ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങളൊരു ഇഫ്താർ പാർട്ടിയാണ് കേട്ടോ. അതെ, നമ്മള് കോയമ്പത്തൂർ എനിക്ക് ഇതുവരെ നമ്മള് അങ്ങനെ പരിപാടി ഉണ്ടാക്കിയില്ലല്ലോ. ഇല്ല. അതെ, ഇന്ന് എന്റെ ഓഫീസിലത്തെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കുറച്ച് ആൾക്കാരുള്ളൂ, വലിയ പരിപാടി ഒന്നല്ല. അതെ, എന്തായാലും നമ്മള് വളരെ വ്യത്യസ്തമായ പല ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഏകദേശം ഒക്കെ റെഡി ആയിട്ടോ. പിന്നെ നമ്മൾ വ്ലോഗ് പിന്നെയാണ് പ്ലാൻ എടുത്തത് വ്ലോഗ് എടുക്കാന്നുള്ളത്. ഏതായാലും നമുക്ക് നമ്മളെ പരിപാടികൾ കാണിച്ചാൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഐറ്റംസ് ഉണ്ടാക്കണേ. അല്ലട്ടോ, ജ്യൂസ് എന്നല്ല, ജ്യൂസാണ് അതിന്റെ മെയിൻ. ആദ്യം കാരൊക്കെ തിന്നിട്ട് പിന്നെ ജ്യൂസ് ചെയ്യാനും അത് ഫസ്റ്റ് തിന്നുക. അതാണ് മെയിൻ വരിക. അപ്പൊ അതുകൊണ്ട് മെയിൻ ഐറ്റം ഉണ്ടാക്കുന്നൊക്കെ ഞാനാണ്. ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നു. ഓക്കെ, കാണിച്ചു തരാം. ഓക്കെ, സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവര് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ വരെ എത്തിക്കണമെന്നത്. ഷെഫ് ഷാനിയ ജാസ്മിൻ, എന്തൊക്കെ ആയിക്കണു പരിപാടി? മുന്തിരി ആരാക്കലോ? മുന്തിരി ആരാക്കണത്? അതെ, മുന്തിരി ആരാക്കുക. ഇജിന്റെ ഹെൽപ്പറാണ്. മെയിൻ ഷെഫാളൊക്കെ എന്താ കാട്ടുക? മെയിൻ ഷെഫുകൾ ഇന്നെ പോലത്തെ ഇത് ഗൈഡ് ചെയ്ത് തരണ്ടേ എങ്ങനെയൊക്കെ സാധനങ്ങൾ ക്ലീൻ ചെയ്യേണ്ടത്. അവിടെ മുന്തിരി ശരിക്കോ? അത് ആവശ്യമുണ്ട്, ഇച്ച ആവശ്യമുണ്ട് ഹെൽപ്പറെ. എന്തൊക്കെ കഴിഞ്ഞു കൂടേണ്ടത്? എന്താണ്? ഓക്കെ, മന്തിന്റെ ചിക്കൻ മസാല റെഡി. പിന്നെ പൊക്കവട എന്താണ്? ഉള്ളിന്റെ അതോ? ഉള്ളിന്റെ പൊക്കവട. പോക്കറ്റ് ഷവർമ. അതിന്റെ പോക്കറ്റ് നമ്മള് എവിടുന്ന വാങ്ങുക? ഇതാണ് പോക്കറ്റ്. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ പോക്കറ്റ് ഷവർമ. ബ്രെഡ് ക്രംസ്. ഇതെന്താണ്? ഓക്കെ, കട്ട്ലൈറ്റിന്റെ മസാല റെഡി, ബ്രെഡ് ക്രംസ് റെഡി. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സാധനവും സെറ്റ് ആക്കിക്കണോ അല്ലേ? ഇപ്പൊ എന്റെ പരിപാടി എന്താണ് ഇവിടെ? ജ്യൂസ് അടിക്കുക. ജ്യൂസ് എന്ത് ജ്യൂസാണ് ഞാൻ അടിക്കേണ്ടത്? സ്പെഷ്യൽ അതൊരു എന്താ പറയാ, ഒരു ലെജൻഡ് ഐറ്റം ഒക്കെ ആയിരിക്കണം. ഓക്കെ, എന്താണ് സാധനം വേണ്ടത്? അത് കണ്ടോ? അതിന്റെ ഒരു എന്താ പറയാ, പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു എന്താ പറയാ, ഒരു എങ്ങനെ പറയാ, ഒരു സ്പെഷ്യൽ റെസിപ്പിയാണത്. അത് ആരും ഇന്നേ വരെ ഈ ലോകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അമ്മാതിരി ടേസ്റ്റുള്ള സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ മുട്ട വാങ്ങാൻ പോയപ്പോണ്ടായിരുന്നു, നല്ല മഴ ഉണ്ടായിരുന്നു. മഴക്കാറും ചെറിയ തുള്ളി. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ജ്യൂസ് അടിച്ചോട്ടെ. സോ ഫസ്റ്റ് നമ്മൾ കത്തി എടുക്കണം, അതാണ് മെയിൻ ഐറ്റം. അതും വെള്ളക്കത്തി ആകുമ്പോൾ നമുക്കൊരു രസമാണ് സാധനം ഉണ്ടാക്കാൻ. ഫസ്റ്റ് നമ്മൾ ഇതാണ് ഷമ്മാവ്. ഷമ്മ കണ്ടോ? ആർക്കും അറിയില്ല, അതാണ് ഷമ്മാവ്. ഇതിങ്ങനെ മുറിച്ചണം. ഓ മൈ ഗോഡ്, നോക്കിയാ കളർ നോക്കിയാ. അല്ല, ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞാണ്ട് സെറ്റാക്കിയതാ. ഇതിന്റെ ഉള്ളിലത്തെ മത്തന്റെ കളിയണ പോലെ, കുരു കളിയണ പോലെ. ഇതിന് വെള്ളം കളയാൻ പറ്റുമോ? അതില് വെള്ളം ഉണ്ടോ? ചെറിയൊരു നീര് പോലെ കണ്ട് വേണ്ടല്ലോ. നമുക്ക് ആ നീരൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ സ്വാദിഷ്ടമായ ഷമ്മാവിന്റെ കട്ടിങ് കൂടെ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ജ്യൂസ് ജാറിലേക്ക് ഇടുക. പാലടെ നമ്മളിവിടെ സ്റ്റാൻഡേർഡ് മിൽക്ക് ആക്കുന്നത്. സ്റ്റാൻഡേർഡ് മിൽക്ക് എന്താ പ്രത്യേകത? എന്താണ്? ശരീര കടി പോയപ്പോ അതേ കിട്ടിയുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഇത് കട്ടുണ്ട്, പക്ഷെ കുറച്ച് കട്ടില്ല. കുറച്ച് കട്ടല്ലാത്ത ഭാഗം ഫുള്ള് എനിക്ക് പണിയാണ് ആക്കി തരുന്നത്. ആകെ ഒരു ജ്യൂസാണ് അടിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. സ്വിച്ച് ഓൺ ആക്കണം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോ എന്താ വെച്ചാൽ ഇനിയാണ് നമുക്ക് ഇതിലേക്ക് എന്ത് ചേർക്കണ്ടേ? പഞ്ചസാര കാര്യങ്ങളൊക്കെ. പഞ്ചസാര വേറെന്താ? പഞ്ചസാര തന്നെ, കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഒരു 2 സ്പൂണ് പഞ്ചസാര. പിന്നെ നമ്മൾ മധുരം നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഇതിനെ അടച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്കിത് ഒന്ന് കുറുകാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കട്ടായിട്ടുള്ള പാല്, കട്ടപ്പാൽ ആഡ് ചെയ്യാം. ഷെയ്ക്കുമ്പോ 100. ഇനി നമ്മളെന്ത് ചെയ്യാം? ഇനിയാണ് നമ്മൾ കുറച്ചുകൂടെ ആഡ് ചെയ്യണത്. അപ്പോഴാണ് ഈ കുറുകി വരണ്ടേ.
അതിന് വേണ്ടിയുള്ള സാധനമാണ്. കുണിങ്ങി വരുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം കുറുക്കായി. അത് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ പണി ആളെടുക്കാം. ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മളെ സംഭവം ഇവിടെ സെറ്റപ്പ് ആയിക്കണേ. ഏതാ രസം അതില് അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ ഒന്നും കൂടെ പറഞ്ഞിട്ട് കഷ്ണല്ലാതെ നമ്മള് ഒരു ഭാഗത്ത് പോയത്. കാരണം നമുക്ക് ഇനി അടിച്ചാണ്ടേ അടിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. കഷ്ണല്ലാതെ വരുന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് എടുത്താൽ മതി കേട്ടോ. അത്ര മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബാക്കിയുള്ള ശർമ്മം കൂടെ ഇതിക്ക് ഇടുക. പഞ്ചസാര നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ചുകൂടി വെള്ളമാണല്ലോ. ഐസ് ക്യൂബ് ഇല്ലേ? ഐസ് ക്യൂബ് കുറച്ച് ഐസ് ക്യൂബ് ഇങ്ങനെ കുടിങ് ആയില്ല ഇങ്ങനെ. ഇത് ലീഗിന്റെ ഐസ് ക്യൂബ് കേട്ടോ, പച്ച കളറ്. യെസ്, ഇനി നമുക്ക് വെച്ച് അടിച്ച് ഇനി ബാക്കി അവശേഷിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്യാം. അവശേഷിക്കുന്ന പഞ്ചസാര ഒരു കുപ്പിണ്ട്. മതിയാവൂലേ? മധുരം ഉണ്ടാവില്ല. ഈ മധുരം നമുക്ക് കുറച്ച് നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ റിസ്ക് ആണ് ഈ ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ. മധുരം ഉണ്ടോ ഇല്ലേ നമുക്ക് പഠിച്ചു തമ്പുരാൻ അറിയാം. നോക്കാം. സാധനം റെഡിയാ. കട്ടകളും കുട്ടികളൊക്കെ ഉണ്ടാവോ? ഇല്ലല്ല, ഇത് കണ്ടോ, ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം. പക്ഷെ കുറച്ചുകൂടെ വേണ്ടി വരും അല്ലേ? മായം ചേർക്കാം നമുക്ക്. അത് നീ കിട്ടച്ചാ പോരെ. അപ്പൊ നമുക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടൂല, മനസ്സിലാവൂല. ടേസ്റ്റ് ചെയ്ത് നോക്കിയോ? ഇല്ല. വെള്ളം പറഞ്ഞേ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വെള്ളം പറയാം. മതിയാവൂലേ വെള്ളം? ഇനി കുറച്ച് പഞ്ചസാര. വെള്ളം മാറുന്നതല്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ഫ്ലേവറിസം ആയിട്ടുള്ള സാധനമാണ് ഷമ്മാമ അല്ലെ? ഷമ്മാമ നേരത്തെ അടിച്ചേക്കണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല, ഇത് ഓറഞ്ച് ഒന്നുമല്ലല്ലോ. മായം ചേർത്ത സാധനം ശരിയാണ്, ഇവിടെ റെഡിയാണ്. അത് നമ്മൾ പാടുന്ന രീതി ഉണ്ട്. അത് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആടണം, ഇങ്ങനെ കണ്ടോ, അപ്പോഴാണ് അത് കറക്റ്റ് മിക്സ് ആവുന്നത്. ഇതിന്റെ കുറച്ച് നാമിച്ച് നോക്കണം. വെറുതെ പറയാം, മധുരം ഉണ്ടാവും. അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്താണ് കണ്ടോ. ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് സാധനം കിട്ടേണ്ടത്. അതിന്റെ കളറും ഫ്ലേവറും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത സംഭവം റെഡിയാക്കാം. ഇതിവിടെ മാറ്റിയേക്കാം, നമുക്ക് ഫ്രിഡ്ജ് കയറ്റിയേക്കാം, തണുക്കട്ടെ അല്ലേ. പിന്നെ അപ്പൊ നമ്മളെ ഇതെന്തിനാണ് വെച്ചിക്കണേ? പൊക്കവടക്കുള്ള മസാല നേരത്തെ കാണിച്ചെന്നില്ലേ? ഇത് കോരി വെക്കാല, കോരി ഇത് ഇങ്ങനെ ഇടുക അല്ലെ. ടിഷ്യൂ പേപ്പർ വെക്കണോ എണ്ണ താവാതിരിക്കാന്? ഓക്കെ, അപ്പൊ ഇത് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ പതിയെ ഇട്ട് കൊടുക്കുക അല്ലെ. എന്തായി, ചൂടായാ? ഓക്കെ, ചൂടായി വന്ന എണ്ണയ്ക്ക് ഇങ്ങനെ ഒന്ന് ഒരു സെറ്റിൽ എത്ര എണ്ണം പോവും? വിടൂടാ കേട്ടെ. ഇനി ഉണ്ണാപ്പിയാക്കല്ലേ? എന്തിട്ടാണത്? എന്താ പൊക്കോട എങ്ങനെ ഇത് കൈ കൊണ്ടിട്ടാ? കൈ കൊണ്ടിടാൻ എനിക്ക് പേടിയാ. അത് എന്തിട്ട് ഉള്ളിവടായി മാറുമതേ? ഇല്ല, ഷേപ്പും ഉണ്ടാവില്ല. മാറ്റല്ല. അപ്പൊ എനിക്ക് പറ്റി. ഓ, ഇത് നൈസായിട്ട് ഒന്നും കൊണ്ടാ കടീന്നൊക്കെ വാങ്ങണ പോലെ ഉണ്ട്. തീ കുറച്ചോട്ടോ, എന്തോട്ടം കടിച്ച്. ഇതാണ് പറഞ്ഞത്, ഞാൻ മെയിൻ ആവുമ്പോ അതിന്റെ ഒരു അഭിപ്രായങ്ങൾ തന്നെ കിട്ടും. അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ, എന്താ പറയാ, എന്ത് കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്കൊന്നും പറയാൻ കൊഴപ്പല്ലോ. ഇതൊക്കെ പാടെ പൊരിച്ചിട്ട് ഞാൻ അടുത്ത പരിപാടി ഉണ്ടാക്കാം അല്ലെ. അവസാനത്തെ കോരിയും കോരിക്കൊണ്ട് ഷാനിയ ജാസ്മിൻ എന്താക്കണോ, പക്കോട അവിടെ റെഡി. ഞാൻ അടച്ചോ, ഇത് ചൂടാറില്ലല്ലോ ഇത്തെ. ഓക്കെ, ഇനി എന്താ അടുത്ത പരിപാടി? കട്ട്ലേറ്റിന്റെ സാധനമൊക്കെ റെഡി അല്ലേ? ഇനി നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കാൻ 2 പാത്രങ്ങൾ വേണം. എന്തൊക്കെയാണ്? ഓക്കെ, സെറ്റപ്പ് ആക്ക, റൗണ്ട് ആക്ക്. റൗണ്ട് ഷേപ്പ് ആക്കാൻ ഒരു പാത്രം എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? അത് നല്ലത്.
മറ്റേ ഒട്ടി പിടിച്ചു അല്ലേ? നമുക്ക് എത്ര കട്ട്ലേറ്റ് ഉണ്ടാക്കാണ്ടാവും? 10 മതി. 10 12 ഉണ്ടാവും അല്ലേ? ഓക്കെ, എന്നാ ഇനി ഓരോരോ എന്താ പറയാ, ഓരോരോ കട്ട്ലേറ്റുകൾ സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങനെ ഈ പാത്രത്തിൽ ഇങ്ങനെ വെച്ചോ. യെസ്. അവസാനത്തെ പ്രയത്നത്തിലാണ് ഷാനിയ ജാസ്മിൻ ഇവിടെ ഗൈസ്. പ്രയത്നം കഴിഞ്ഞ് ഒരു പൂക്കളം തന്നെ, കട്ട്ലേറ്റ് കൊണ്ടൊരു പൂക്കളം കണ്ടോ? എത്ര ഉണ്ടാക്കി നമ്മള്? 12 എണ്ണം. കണ്ടോ, ഞാൻ പറഞ്ഞ നാവ് കറക്റ്റ് ആണ്, എന്റെ വാക്കുകൾ കറക്റ്റ് ആണ്. ഒരു പൂക്കളം നിർമ്മിച്ച ഷാനിയ ജാസ്മിൻ ഞാൻ 2 കട്ട്ലേറ്റ് അവിടുന്ന് സ്പോൺസർ ചെയ്യുന്നു. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ഇതിക്ക് എന്താ കട്ട്ലേറ്റ്? അത് ഇങ്ങനെ പൊരിച്ചല്ലോ, ബ്രെഡ് ക്രംസ് എന്തൊക്കെ സാധനങ്ങൾ ചെയ്യണ്ടേ? മുട്ടിയിൽ വെക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഇടുക. ഓക്കെ ഓക്കെ. അപ്പൊ ഈ കട്ട്ലേറ്റിന്റെ ഏറ്റവും എന്താ പറയാ പ്രയാസകരമായ ഒരു സ്റ്റെപ്പിലൂടെയാണ് ഇപ്പോ നമ്മുടെ ഷെഫ് പിള്ള പോകുന്നത്. കണ്ടോ, ഈ മുട്ടിയിൽ മുക്കി ബ്രെഡ് ക്രംസിലാക്കി അതിനൊരു ഷേപ്പ് കൊണ്ടുവരാൻ, അതായത് കലയാണ് ശരിക്കും പറഞ്ഞാല് അല്ലേ? ഞാനാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് വിത്തിൻ സെക്കൻഡ്സിൽ ഓരോരോ കട്ട്ലേറ്റും റെഡിയാക്കി. വേറെ ഒന്നുമില്ല. ഇവിടെ ബ്രെഡ് ക്രംസ് ഒക്കെ സെറ്റപ്പ് ആണ്. ഇത് ബ്രെഡ് പൊടിച്ചതാ അതോ വാങ്ങിയതാ? ഓക്കെ. എന്നാ ഞാൻ അതിന്റെ മുകളിൽ കൂടി വെതറിയിട്ട് ഷേപ്പ് ആക്കിയിട്ട് ഈ പാത്രത്തിലാണ് ഇടേ. അങ്ങനെ നമ്മളുടെ എന്താണ് കട്ട്ലേറ്റിന്റെ ആദ്യ പകുതിയിലത്തെ ഒന്നാമത്തെ കട്ട്ലേറ്റ് നമ്മൾ ഇടാൻ പോവാണ്. 2 സെറ്റ് ഇട്ടാണ്. യെസ്. ആ പൊള സൗണ്ട് ഉണ്ടോ? അയ്യോ നൈസ്. അപ്പൊ എണ്ണ ചൂടായിക്കണോ? ഇനി ഓരോരോ എന്താ പറയാ കട്ട്ലേറ്റുകൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഷാനിയ ജാസ്മിൻ ഓരോന്നിച്ച് ഉണ്ടാക്കിയാ പറയാ. ഓക്കെ. അപ്പൊ കൊറേ ടൈം എടുക്കും കിട്ടോ. ഇവിടെ നമുക്ക് 5 എണ്ണം എന്താ പറയാ 5 കട്ട്ലേറ്റ് ആണ് ഇപ്പൊ നമ്മള് ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ട് സെറ്റ്, അതെ, കോട്ട് ചെയ്താണ്ട് സെറ്റപ്പ് ആക്കിയത്. ഇനി നമുക്ക് ഇവിടെ ഈ സൈഡിൽ എന്തുണ്ട്, ഇത്രയും കട്ട്ലേറ്റ് 7 എണ്ണം കൂടെ നമുക്ക് റെഡിയാക്കാനുണ്ട്. എന്നാ ഈ ഫുള്ള് സെറ്റ് ആകട്ടെ കേട്ടോ. ഏകദേശം അവസാനത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഷെഫ് മാറുമ്പോ അതിന്റെ ടെക്നിക്ക് മാറും, എന്തെല്ലാം സാധനം മാറും. വേറെ എന്തെങ്കിലും മാറിയോ? മസാല മാറ്റിയോ? മസാല ഇൻജക്ട് ചെയ്തായിരുന്നു, സ്പെഷ്യൽ മസാല. ഇത് നോക്കൊണ്ട് ഇതിന് ഒരു 2 ഇട്ടോടെ കഴിഞ്ഞ സാധനം നമ്മളെ കട്ട്ലേറ്റ് റെഡിയാ. ഒന്നും പൊട്ടിയില്ല, ഫുള്ള് പെർഫെക്ഷൻ. എന്റെ പെർഫെക്ഷൻ അല്ല, അത് ഞാൻ പൊരിക്കുന്ന ആളുടെ പെർഫെക്ഷൻ ആണ്. അത് എന്ത് എന്റെ ആണെന്നോ? തലയിടല്ലേ, ഞാൻ ഊരി വെക്കാണ് പൊതപ്പൊതായിട്ടേ. ആയോ അതിൽ അറിയണ്ടേ? കറക്റ്റ് വേവായില്ലെങ്കിൽ എന്താ വെച്ചാൽ കഴിക്കാൻ സുഖം ഉണ്ടാവില്ലല്ലോ. ഞാൻ ഉണ്ടാക്കുന്നോണ്ട് കറക്റ്റ് ആക്കണം. ചൂട് എത്ര ഡിഗ്രി സെൽഷ്യസാ? ഇത് 110 ഡിഗ്രി ആവുമ്പോ എണ്ണ, അല്ല 110 ഡിഗ്രി സെൽഷ്യസിൽ എണ്ണ നമ്മൾ എന്ത് ചെയ്യണം ആവണം. അതിന് നമ്മള് കൈയിട്ട് നോക്കണം, അപ്പൊ നമുക്ക് മനസ്സിലാവും എത്ര ചൂട്. ഞാൻ കൈയിട്ട് കാണാതെ നോക്കിയതാണ്, സാധനം സെറ്റ് അല്ല. ആവശ്യത്തെ കട്ട്ലേറ്റും ആയിട്ടുണ്ട്. എണ്ണ കുറച്ചു നേരം നമ്മൾ എന്ത് ചെയ്യണം, നോക്കാക്കാം. കണ്ടോ ഈ സൗണ്ട്, കിരികിരി ക്രിസ്പിനെസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ ഇങ്ങനെ ഇട്ടിട്ട് ഇതിനങ്ങോട്ട് അടച്ച് വെച്ച് അടച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് പൊക്കോടന്റെ അടുത്തിട്ട് മാറ്റിയേക്കാം. അപ്പൊ നമ്മള് 2 ഐറ്റം അവിടെ റെഡിയായി. ഇനി അടുത്ത പോക്കറ്റ് ഷവർമയാണ്, അത് ഉണ്ടാക്കൂലേ? ഓക്കെ. സെയിം പ്രൊസീജിയറാ, മാറ്റൊന്നുമില്ലേ? മാറ്റങ്ങളൊന്നുമില്ലല്ലോ. ഇത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ബ്രെഡും മുട്ടിലും എല്ലാം മുമ്പ് സോഫ്റ്റ് ആവൂലേ? സോഫ്റ്റ് ബ്രെഡ്. ഇതില് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എന്താ കാട്ടുക, പൊരിക്കുക. എന്നിട്ട് കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. അതുപോലെ പൊരിക്കുമ്പോ ഇത് സെറ്റപ്പ് ആയിക്കരം അല്ലേ? ഫസ്റ്റ് ട്രൈ ആണ്. ഓക്കെ. ഇത് നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മള് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുള്ളൂ അല്ലേ? ഇതുണ്ടാക്കിയില്ലല്ലോ ഈ സാധനം. ഇതിങ്ങനെ ബ്രെഡ് ക്രംസ് ആക്കി പൊരിച്ചിട്ട് പകുതി മുറിച്ച് അയക്കാൻ നടക്കുക, അതല്ലേ സംഭവം? യെസ്.
അപ്പൊ സംഭവം ഉണ്ടാക്കാനൊക്കെ പറയാൻ സിമ്പിളാണ്. നമ്മൾ ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ. ചൂടായിക്കണ എണ്ണ എടുത്തോളി. എന്നാ ചൂടാ. ഇത് പെട്ടെന്ന് പൊരിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ വെച്ചോട്ടെ. വാവ്, ചീസി. അത് രണ്ടും വേറെ ആവരുത്, അത്രേ ഉള്ളൂ. പോക്കറ്റ് ആക്കാല്ലതാണ്. ഇത് വേറെ ആവൂല, കാരണം ഇത് ഞാനാ ഉണ്ടാക്കണത്. ഇനി ഇത് പതുക്കെ തിരിച്ചു കൊടുക്കാല്ലേ? ഒന്ന് ചൂടായിക്കോട്ടെ അല്ലേ? ഞാൻ കുറച്ച് എണ്ണ അങ്ങനെ മുകളിൽ കൂടി ആയി കൊടുക്കട്ടെ. എണ്ണ കുറവുണ്ട്. കുറവുണ്ടോ? അല്ലെങ്കിൽ അത് മുങ്ങി കിടക്കണ്ടേ? എന്ത് ഷെഫാണ് നിങ്ങള്? അല്ലേ, അത് ഇങ്ങനെ മതി. നമ്മള് എണ്ണ കൂടുതൽ ഉപയോഗിക്കണ്ടെന്ന് കരുതിട്ടാണ് ഞാന്. അത് കറക്റ്റാ. ഇപ്പൊ ഞാൻ കുറച്ചിട്ട് പോകണ്ട, ഒരു പ്രശ്നമില്ല. ഇതിന് റെഡിയായി, സിമ്പിളാ. ഓക്കെ, ഞാൻ നമ്മൾ ഓരോന്നോരോ ഇതേപോലെ ചെയ്യട്ടെ അല്ലേ? സെറ്റ് ആയിട്ട് കാണിച്ചുതരാം. കണ്ടേ, പോള, ബ്രെഡ് പോള എന്നല്ല പേര് പറഞ്ഞത്. കണ്ടോ, പൊള്ള ചിക്കൻ ഉണ്ടോ? അതുകൊണ്ടാണ് ഇതിന്റെ ബ്രെഡ് പോള എന്ന് വിളിച്ചത്. ഷവർമ പോള ഇതുപോലെ മതി. സെറ്റപ്പ് ആയിക്കും അല്ലേ? ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് അത്യാവശ്യം എണ്ണ എണ്ണ നല്ലോണം കുടിച്ചിട്ടുണ്ട്. ഇത് അത്രക്ക് ഹെൽത്തി ഒന്നും അല്ലല്ലോ ശരിക്കും പറഞ്ഞ അല്ലേ? നമുക്ക് ഏതായാലും ഇനി ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ടിഷ്യൂ പേപ്പർക്ക് വെക്കാം അല്ലേ? ഓ മൈ ഗോഡ്, കണ്ടത്? ഓക്കെ, ഇനി അടുത്ത് കണ്ടട്ടെ. ഫൈനലായി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കഴിഞ്ഞു ഏ. ഗ്യാസ് ഒരു ഓഫ് ആക്കി, എണ്ണക്കടികളുടെ പരിപാടികൾ കഴിഞ്ഞു. നമ്മുടെ ഡെക്കറേഷൻ നോക്കിഞ്ഞ് ഉണ്ടോ? ഇതെന്ത് ചെയ്യണം? ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറിലൊന്നും പോയി കുറച്ച് എണ്ണ കളയാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നടക്കാം ബ്രെഡ് പോളിന്റെ സാധനം. പക്ഷെ ഇനി എണ്ണക്കടികൾ മാത്രം പോരല്ല നമുക്ക്. അപ്പൊ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ നമ്മൾക്ക്. അപ്പൊ ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് വത്തക്ക ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, മുന്തിരി ഉണ്ട്. മതി അല്ലേ? പൈനാപ്പിളും ആപ്പിളും ഉണ്ട്. പക്ഷെ അതൊന്നും വേണ്ടല്ലോ. എന്തേ മഴ പെയ്യൽ തുടങ്ങിയില്ലേ? വത്തക്ക നമ്മുടെ ഡെക്കറേഷൻ വേണോ? ഉണ്ടായിക്കോട്ടെ. ഓക്കെ, അപ്പൊ വത്തക്ക കുറച്ചിട്ട് ആദ്യം ഇവിടെ ഇരിക്കാനുള്ള സുഖം ഉണ്ടല്ലോ. നാടെ ഇരുന്നോളിയും. ഇത് ചുവപ്പ് കുറവാണല്ലോ. മറ്റേ വത്തക്ക മുറിക്കാം. മറ്റെടുത്താലെന്നാ മറ്റെടുക്കാൻ ഇങ്ങനെ ഇങ്ങനെ സിമ്പിളാണ്. വത്തക്ക കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് ഓറഞ്ച് പീൽ ചെയ്തെടുക്കാം. ഓക്കെ, വേസ്റ്റ് ഒക്കെ നമ്മളിങ്ങനെ ഇടുക. പിന്നെ നമുക്ക് പിന്നെ ഒന്നുമില്ല, പിന്നെ സെറ്റ് ചെയ്യാം. 2 പ്ലേറ്റ് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കുറച്ച് ഈത്തപ്പഴം വെക്കാം. കുക്കറിനതാണ്. ഇനി നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അല്ലേ? റൗണ്ട് ആയിട്ട് വെക്കുക. ഇനി നമുക്കിതിനെ ഗ്യാപ്പുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് മുന്തിരി കുറച്ച് വെട്ടാലോ? മുന്തിരിക്ക് ഒരു പച്ച കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലീഗും മാർക്കിസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ലീഗും മാർക്കിസ്റ്റും പിന്നെ എന്താ ഓറഞ്ചും ഉണ്ട്, ഒക്കെ ഉണ്ട്. നടുക്ക് കാരക്കട ഈത്തപ്പഴം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചധികം തണ്ണിമത്തനിടാം. നോമ്പ് തുറക്കുമ്പോ ഏറ്റവും സ്പെഷ്യൽ സാധനം മീൻസ് എല്ലാ കാലത്തും നോമ്പ് തുറക്കുമ്പോ ഈ തണ്ണിമത്തൻ അല്ലേ? അധികം അതില്ലാത്തൊരു നോമ്പ് ഞാന് ഇതുവരെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ടായിട്ടില്ല. കാര്യം അല്ലെ, ഫ്രൂട്ട്സ് ആയിട്ട് ഈ ആപ്പിള് മുന്തിരി അങ്ങനത്തെ ഒന്നും നമ്മള് കൂടുതൽ വാങ്ങിയില്ലെങ്കിലും അല്ലേ, തണ്ണിമത്തനേക്കരാ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ സെറ്റപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഇത് കട്ട് ചെയ്യാന്ന്. അറിയില്ലല്ലോ അങ്ങനെ കോണൽ കട്ട് ചെയ്തല്ല, എന്നാ കൊറേ സ്പേസ് ഇട്ടൂലേ? ആ ക്രഞ്ചി ഉള്ള സൗണ്ട് കേട്ടത് കേട്ടോ. തുറന്ന എനിക്ക് മറ്റേ സാധനം ഇറക്കേ അത്രേ ഉള്ളൂ. സംഭവം സെറ്റ് ആയില്ലേ? മറ്റേ മസാല വേവിച്ചാണ് അല്ലേ? ഏത് മസാല? ഇതോ? ഇത് നമ്മള് സലാഡ് ഉണ്ടാക്കൂലേ, മയോണൈസും കെച്ചപ്പൊക്കെ ഇട്ട്. ഇത്ര പറയാ മതി. അങ്ങനെ വെച്ചോ, അങ്ങനെ വെക്ക. ഇത് വേറെ നിക്കണ്ടേ, ചെരിച്ച് കെട്ടിയതില്ലേ? ഓക്കെ, എന്നാ ഞാൻ ഓരോന്നോരോന്ന് അങ്ങനെ വെക്കൂട്. പതിയെ ചെയ്തോ, അർജന്റ് ഒന്നുമില്ല. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? തരിക്കഞ്ഞി നമ്മളിവിടെ പറയണ ശരിക്കും എന്താ പറയാ? റവക്കഞ്ഞി. നമ്മളിവിടെ തരിക്കഞ്ഞി എന്നാ പറയല്ലേ അല്ലേ? തരിക്കഞ്ഞിയും പിന്നെ വേറെ എന്താ ഉണ്ടാക്കണ്ടേ നമുക്ക്? ഇനി മന്തി ഫുള്ളായില്ലല്ലോ. മന്തി മെയിൻ കോഴ്സ് നമ്മളത് എന്താണ്? മന്തിയാണ്. പക്ഷെ ഇതൊക്കെ പാട് തിന്നുവോ? എല്ലാരും കൂടെ തീറ്റിപ്പിച്ചാ നമുക്ക്. ആകെ 5-6 ആൾക്കാരുള്ളൂ, എന്നാലും
കൊറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അല്ലേ. ഓക്കെ, എന്നാ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കാം. തിന്നൂല, പക്ഷേ അതിന്റെ വളരെയധികം പ്രയത്നം കാരണം ഇവിടെ നമുക്ക് 2 സെറ്റ് ബ്രെഡ് പോള തയ്യാറാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ തിന്നാൻ രസം ഉണ്ടാവില്ലേ? മസാല എങ്ങനെ ഉണ്ടാവും അതറിയില്ലേ, നോമ്പ് പറഞ്ഞിട്ടല്ലേ തിന്നോക്കാൻ പറ്റുള്ളൂ. തരിക്കഞ്ഞിയോ? തരിക്കഞ്ഞി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി വേവിച്ചാ മതി. കഴിഞ്ഞില്ല, പരിപാടി കഴിഞ്ഞില്ലേ? ഈ 2 പ്ലേറ്റിലല്ലേ? അത് മതി. അത് കഴിഞ്ഞ അതായില്ലേ? തിളച്ചോണ്ടിരിക്കുക. ഈ 2 പ്ലേറ്റ് ഇതാക്കിണ്ട് ഒരേ ഇതിലാണ് വെച്ചലാ. നമുക്ക് എത്ര കട്ട്ലേറ്റ് ആണ്? 6 കട്ട്ലേറ്റ് അല്ലത്? ആ അതന്നെ. അല്ല 12 കട്ട്ലേറ്റ്, അതിൽ 6 ഒന്നിക്കും, പിന്നെ ചുറ്റുപാകും മറ്റേതും കറി ഒക്കെ വിടാം അല്ലേ? എന്നാ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അവസാനം നമ്മളെ സാധനം മൊത്തം സെറ്റ് ആയിട്ടോ. ജ്യൂസ് ഒഴിക്കാം. ജ്യൂസും തരിക്കഞ്ഞി ഒഴിക്കാണ്ട്. ഇത് ഫസ്റ്റ് നമുക്ക് ഇത് വിളമ്പിയിട്ട് ചോറ് പിന്നെ വിളമ്പാ അല്ലേ? ചോറ് ഇത് കഴിഞ്ഞിട്ട് വിളമ്പാ. മന്തി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കണ്ടോ. എന്താ സാധനം, നീ തിന്ന് നോക്കണം. കാണുമ്പോ തന്നെ തിന്നാൻ കൂടിയാവുണ്ട്. കഷ്ണങ്ങളല്ലേ? കഷ്ണങ്ങൾ നമ്മളിങ്ങനെ ക്രഞ്ച് ആയിട്ട് കടിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് ജ്യൂസ്. അങ്ങനെ ഫ്രൈഡ് അല്ല. ഇത് റെഡിയാണ്. ചോറയുടെ സെറ്റാണ്. നേരം ആയി അല്ലേ? ആയി, സംഭവം ടൈം ആയിട്ടോ. പുറത്ത് മഴ ഉണ്ടടി, മഴ ഉണ്ട്, ചെറിയ ചെറിയ മഴകളുണ്ട്. ഗൈസ് ഇത് കണ്ടോ, പാത്രം വരെ ഫുള്ള്, പാത്രമല്ല ഗ്ലാസ് വരെ ഫുള്ള് സെറ്റാണ്. ഓക്കെ, ഇത് ഒരു 6 അല്ലേ? ഓക്കെ, അപ്പൊ സംഭവം കറക്റ്റ് ആണ്. ഇനി ഒരു വന്നാൽ മതി അല്ലേ? ബാങ്ക് കൊടുക്കണം കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല മഴയാണ് ഗൈസ്. വാർപ്പിന്റെ മുകളില് അയ്യാ ഫുള്ള് തണുപ്പാണ്. നല്ല തണുപ്പും ഉണ്ട്, മഴയും ഉണ്ട്. ഓര് ഇനി എങ്ങനെ വരുന്നേന്നാവോ. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. നമ്മളെ റൂമിന്റെ മുകൾ ഭാഗം കേട്ടോ. ഇപ്പൊ വരാനായി ഉണ്ടാവും മിക്കവാറും. അല്ല ഇവര് നോമ്പറക്കാൻ വരുന്നില്ലയോ? ഞാനും ഓല് വരിക ചെയ്യട്ടെ.